നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് മകരമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യ അനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ്. ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ധനസ്ഥാനത്തുണ്ട്. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് സഫലമാക്കി എടുക്കാൻ സാധിക്കും. നമ്മുടെ കാര്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് സഫലമാകും എന്നാണ് ആ വ്യാഴം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സഫലമാകൂ. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പോൾ നേരത്തെ വിചാരിച്ചിട്ട് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ അത് ഫീലാവും. അപ്പോൾ അങ്ങനെ തോന്നും, ഒക്കെ ശരിയാകും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ വരുന്നത് തന്നെ, ആ തോന്നൽ വരുന്നത് തന്നെ സമയം അനുകൂലമായതിനാലാണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തുക. ഇടവരാശിക്കാരെ സംബന്ധിച്ച് എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. തൊഴിൽ മേഖലയിൽ, ഏത് മേഖലയിലുള്ളവർക്കായാലും അനുകൂല ഭാഗ്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാലതാമസമില്ലാതൊക്കെ കിട്ടുന്നതിനായിട്ട് വ്യാഴപ്രീതി അനിവാര്യമാണ്. അപ്പോൾ ആ വ്യാഴത്തിനെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ കാലതാമസമൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഉള്ളത് ശനിയുടെ ബന്ധം ഇവിടെ വരുന്നുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇനി അടുത്ത മിഥുനമാണ് പറയുന്നത്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്ന, മുക്കാലാണ്. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ തന്നെ നിലകൊള്ളുന്നു. അപ്പോൾ അതൊരു ശുഭ അവസ്ഥ തന്നെ നിലവിലുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഭാഗ്യമുണ്ടാകുന്നതായി കാണുന്നു. കാര്യമായ പരിശ്രമം വേണമെന്ന് കൂടി പറയുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശനിബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പരിശ്രമിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് നടന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പരാജിതനായി ഇരിക്കാതെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാലോചിതമായ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ അത് സഫലമാക്കി എടുക്കാനായിട്ട് മിഥുന രാശിക്കാർക്ക് ഇപ്പോൾ അതിന് കഴിയും. ആ രാശിയിൽ വ്യാഴം നിന്നുകൊണ്ട് ഇപ്രകാരം നമ്മളെ അറിയിക്കുന്നു. അപ്പം നന്നായിട്ട് പരിശ്രമിക്കുക. പിന്നെ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ നിലനിർത്തി പോവുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്, ദോഷങ്ങളല്ല, എന്നാൽ ഒരു ജാഗ്രത ആവശ്യമാണ് ഈ മിഥുന രാശിക്കാർക്ക്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വ്യാഴപ്രീതി, ശനിപ്രീതി ഒക്കെ അങ്ങനെയാണെങ്കിൽ ആ ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് കാലതാമസമൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഭാഗ്യാനുഭവങ്ങളായി തന്നെ മാറും. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വ്യാഴം അഭിഷ്ടസ്ഥാനമായ 11ലാണ് നിലകൊള്ളുന്നത്. 11 എന്ന് പറയുമ്പോൾ തന്നെ ലാഭസ്ഥാനമാണ്. ലാഭങ്ങൾ, നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും, ഏത് കാര്യമാകട്ടെ, വിവാഹ കാര്യങ്ങളോ അല്ല ഭൗതികമായിട്ടുള്ള ഏതായിരുന്നാലും, വാഹന സംബന്ധിയായിട്ടോ ക്രയവിക്രയങ്ങളായാലും ശരി, ഈ
പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നാലും ശരി, പിന്നെ സന്താനങ്ങൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം, അങ്ങനെയുള്ള അനവധി കാര്യങ്ങളാണ് ഈ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് വേഴം പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആ വേഴത്തെ നമുക്ക് പരിപോഷിപ്പിക്കാം. വ്യാഴാഴ്ച ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. അപ്പോൾ വേഴം നമുക്ക് എല്ലാവിധമായ ഭാഗ്യവും തരുന്നു എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ രാശിയിൽ കേതു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് 2 കാര്യങ്ങൾ പറയുന്നു. 1 ശിവക്ഷേത്ര ദർശനം, 2 നാഗരാജപ്രീതി. ഇത് രണ്ടും അതുകൂടി ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇനി പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് 9ലാണ് വേഴം നിൽക്കുന്നത്. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം ഒക്കെയാണ്. അപ്പോൾ പിതൃ സ്വത്ത് ഒക്കെ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള യോഗം കാണുന്നു. പിന്നെ എല്ലാവിധമായ ഭാഗ്യങ്ങളും തെളിയുന്നതായി കാണുന്നു. 9ലെ വേഴം അങ്ങനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വിവാഹാദി കാര്യങ്ങൾ, പിന്നെ സന്താനങ്ങളില്ലാതിരുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം, പിന്നെ ക്രയവിക്രയങ്ങൾ, യാത്രാഗുണം, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ 9ാം ഭാവത്തിൽ വേഴം നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വരുന്നതിനായിക്കൊണ്ട് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ മനസ്സിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹു, അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്താൽ ഏറ്റവും നല്ലത്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിക്കാർക്ക് നിലവിൽ നിവൃത്തി സ്ഥാനത്താണ് വേഴം സഞ്ചരിക്കുന്നത്. ഏറ്റവും നല്ലതാണ്. ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും. പിന്നെ തൊഴിൽ വിജയം കാണുന്നു. ശമ്പള വർധനവ്, പിന്നെ വിദേശ യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വിവാഹാദി കാര്യങ്ങൾ, സന്താനം ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം. അപ്പോൾ അങ്ങനെ അനവധി കാര്യങ്ങളാണ് ഈ ധനുരാശിക്കാർക്ക് കാണുന്നത്. അപ്പോൾ വേഴത്തെ പരിപോഷിപ്പിക്കുക. പിന്നെ ഈ രാശിക്കാർക്ക് ഈ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് കാലതാമസമൊന്നുമില്ലാതെ ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിക്കാർക്ക് വേഴം 5ലാണ്. നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ ഏതു തന്നെ ആയിരുന്നാലും, ക്രയവിക്രയങ്ങളായാലും ശരി, വിവാഹാദി കാര്യങ്ങളായാലും ശരി, ഇനി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് അങ്ങനെ അത് സന്താന ഭാഗ്യം തെളിയുന്നു. അപ്പോൾ ആഗ്രഹ സാഫല്യങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ സഫലമാകും എന്ന് വേഴം നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം 5ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേഴത്തെ പരിപോഷിപ്പിച്ചാൽ കാലതാമസമൊന്നുമില്ലാതെ നമുക്ക് ആ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കും. കാര്യമായ പരിശ്രമം വേണം എന്നുകൂടി പറയുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുംഭരാശിക്കാർക്ക് നിലവിൽ 2ൽ ശനി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിരാശയൊക്കെ വന്നേക്കാം. എന്നാലും അതെല്ലാം തന്നെ സഫലമായി വരും. അതിനായിട്ട് ശനിപ്രീതി കൂടി ചെയ്തു പോയാൽ ഉചിതമാണ്, അത് ഉത്തമമാണ്. അപ്പോൾ നമുക്ക് കാലതാമസമില്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗ്യാനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.